ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമുക്ക് ഇനി നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത് ഇൻറ്റേർണൽ ചെക്ക് വിത്ത് റിഗാർഡ് ടു വാരിയസ് ട്രാൻസാക്ഷൻസ് ആണ്. ഇൻറ്റേർണൽ ചെക്ക് വിത്ത് റിഗാർഡ് ടു വാരിയസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് എങ്ങനെയാണ് നടത്തുന്നത്. ഫസ്റ്റ്, ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മീൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷ്. അത് ക്യാഷിൻ്റെ റെസിപ്റ്റും പേയ്മെൻറ്റും, അതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ചാൻസസ് ഫോർ ഫ്രോഡ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ആർ ന്യൂമറസ് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ക്യാഷിൻ്റെ ട്രാൻസാക്ഷനിൽ നമുക്ക് പല രീതിയിലുള്ള ഫ്രോഡുകൾ, മിസ്അപ്രോപ്രിയേഷനൊക്കെ നടക്കാനുള്ള ചാൻസുകളുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്യാഷ് റെസിപ്റ്റ്സ്. ക്യാഷ് റെസിപ്റ്റ്സിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇൻറ്റേർണൽ ചെക്ക് നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സെപ്പറേറ്റ് ക്യാഷിയറിനെ റെസിപ്റ്റ് ഓഫ് ക്യാഷ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും ക്യാഷ് കിട്ടിയതിന് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ, അതായത് ക്യാഷ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. പിന്നെ ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, അതൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സീല് ഒഴിവാക്കുക. പിന്നെ എല്ലാ ചെക്കും എല്ലാ പോസ്റ്റൽ ഓർഡറും ഷുഡ് ക്ലോസ് വിത്ത് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ആണോ, അക്കൗണ്ട് പേ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ഷുഡ് ബി ബാങ്കിൽ ഡെയിലി നമ്മൾ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഓക്കെ, ദെൻ ബാങ്കിൻ്റെ റീകൺസിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അറിയാൻ വേണ്ടി റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് ക്ലോസ് ചെയ്ത അവേഴ്സിലാണ് നമുക്കിതുപോലെ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ലോക്കർ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് കമ്പനിയിൽ തന്നെ വയ്ക്കാം. പിന്നെ എല്ലാ ക്യാഷ് റിസിപ്റ്റും പ്രിൻസിപ്പൽ അക്നോളജ് ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ അൺയൂസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും റെസിപ്റ്റ്സ് ബുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാം. മിസ്അപ്രോപ്രിയേഷൻ, ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ സെപ്പറേറ്റ് ഒരു രജിസ്റ്റർ തന്നെ, അതായത് റെസിപ്റ്റ് ബുക്ക്, പ്രിൻറ്റഡ് ഇഷ്യൂ ടു ദ ക്യാഷിയർ, അങ്ങനെ ഏത് ക്യാഷിയറാണ് റിസീവ് ചെയ്തത് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് ബുക്ക് തന്നെ നമ്മൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. ദെൻ സ്പോയിൽഡ്, ക്യാൻസൽഡ് റെസിപ്റ്റ്, നമ്മളൊരു സ്പോയിൽ ചെയ്തതോ ക്യാൻസൽ ചെയ്തതോ ആയിട്ടുള്ള റെസിപ്റ്റുകൾ നമ്മളൊരിക്കലും ഡിറ്റാച്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ എല്ലാ കസ്റ്റമേഴ്സും പേയ്മെൻറ്റ് ക്രോസറി ചെക്കിൽ നടത്താനായിട്ട് നമ്മൾ പറയണം. അതുപോലെ തന്നെ പ്രോപ്പർ സിസ്റ്റം ഓഫ് റെക്കോർഡിങ് ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ ഒരാളുടെ കീഴിൽ സൂപ്പർവിഷണറി കൺട്രോളിൽ ഒരു ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുക. ദെൻ ഒരു സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ്, അതായത് അതിൻ്റെ കസ്റ്റഡിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ടൊരു സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ബിഫോർ ദ ക്യാഷ് ഇസ് കെപ്റ്റ് ഇൻസൈഡ് ദ ലോക്കർ ദ ക്യാഷ്യർ ആൻഡ് ദ റെസ്പോൺസിബിൾ. ഇപ്പോൾ നമ്മളൊരു ലോക്കറിൽ നമ്മൾ ക്യാഷ് വയ്ക്കുമ്പോൾ ക്യാഷ്യറും അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഏതാണോ അവരും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഒരിക്കലും പുറത്തെടുക്കരുത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അതിൻ്റെ ഇൻറ്റേർണൽ സിസ്റ്റം കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ഇത്രയാണ് എന്തിൽ വരുന്നത്, ക്യാഷ് റെസിപ്റ്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ക്യാഷ് സെയിൽസ്. ക്യാഷ് നമ്മളെങ്ങനെ സെയിൽ ചെയ്യാം. ലാർജ് ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്ന കമ്പനികളിൽ പല രീതിയിലുള്ള ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കും, ക്യാഷ് സെയിൽ നടക്കും. ഇനി ഏതൊക്കെ രീതിയിലാണ് സെയിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സെയിൽസ് ഓവർ ദ കൗണ്ടർ. ഇപ്പം നമ്മൾ സെയിൽസ് ഓവർ ദ കൗണ്ടർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരു സെപ്പറേറ്റ് സെയിൽസ്മാനെ അപ്പോയിൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് നമ്പർ, ഒരു വാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൗണ്ടേഴ്സിന് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഓരോ സെയിൽസ്മാനും സെയിൽസ് മെമ്മോ ബുക്ക്, അതുപോലെ ക്യാഷ് മെമ്മോ ബുക്കും ഇതൊക്കെ കുറേ സെറ്റുകൾ, 4 സെറ്റ് കോപ്പീസും എല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് മെമ്മോ ബുക്കിൽ നമ്മൾ ഡിഫറെൻറ്റ് കൗണ്ടറുകൾ ഉള്ളത് ഡിഫറെൻറ്റ് കളേഴ്സിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു കൗണ്ടറിൽ നമ്മൾ ക്യാഷ് സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു
വ്യക്തി ഷുഡ് പ്രിപ്പയർ 4 ഇൻവോയ്സസ്, 4 രീതിയിലുള്ള ഇൻവോയ്സുകൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ സെയിൽസ് മെമ്മോ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സെയിൽസ്മാൻ ആണെന്ന്. ഷുഡ് ബി ചെക്ക്ഡ് ബൈ അനദർ ഒഫീഷ്യൽ, അതായത് സെയിൽസ്മാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സെയിൽസ് മെമ്മോ വേറൊരു ഒഫീഷ്യൽ അത് കൂടി ചെക്ക് ചെയ്യണം. അല്ലേ, അതായത് നമ്മൾ പറഞ്ഞു 4 കോപ്പീസ് വരെ വെക്കണമെന്ന്. അതിൽ 3 കോപ്പീസ് നമ്മൾ ക്യാഷ്യർ ആ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാം. The cashier should check the 3 copies presented to him and receive the price of good made him. അതായത് എത്രത്തോളം പൈസ നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, ക്യാഷ്യർ ചെക്ക് ചെയ്യണം, എന്നിട്ടാണ് റെസിപ്റ്റ്സ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു കോപ്പി ക്യാഷ് മെമ്മോൻ്റെ ഒരു കോപ്പിയും നമ്മൾ സൂക്ഷിക്കുക, ക്യാഷ് റിസീവ്ഡ് അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് എന്ന് എഴുതിയിട്ട്. അതായത് ദ ഗുഡ് സോൾഡ് വിൽ ബി സെൻഡ് ടു ഡെലിവറി പോയിന്റ് ബൈ ദ സെയിൽസ്മാൻ ആണ് അത് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ ക്യാഷ് റിസീവ്ഡ് നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ 2 കോപ്പി ക്യാഷ്യർ ഇവിടെ കസ്റ്റമറുടെ കയ്യിലുണ്ടെങ്കിൽ ഡെലിവറി കൗണ്ടറിൽ ഒറിജിനൽ കോപ്പി കസ്റ്റമറിന് നമ്മൾ കൊടുത്തിട്ട് ബാക്കിയെല്ലാം സെയിം സ്റ്റാമ്പ് കോപ്പി അതിൽ ഗുഡ്സ് ഡെലിവേർഡ് എന്ന് അടിച്ചിരിക്കണം. At the end of the day, the counter salesman, the cashier and the man at the delivery counter each prepares the summarizes and sends the same to general manager. ആരൊക്കെയാണോ ഇതിൽ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അവരെല്ലാം തന്നെ അവരുടെ അന്നത്തെ ഡെയിലി ഉള്ള കാര്യങ്ങൾ അതിൻ്റെ സൂപ്പർ അതോറിറ്റീനെ അറിയിച്ചിരിക്കണം. The total cash received by the cashier is remitted to the bank on the same day or the next day. Remit ചെയ്തത് ഒന്നല്ലെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ അത് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എൻക്വയറി ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ ക്യാഷ് ബുക്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ വലിയ ബിസിനസ് കൺസേൺ ആണെങ്കിൽ റെക്കോർഡിംഗ് മെഷീൻസ് ആർ യൂസ്ഡ് ആൻഡ് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ഷോൺ ബൈ മെഷീൻ. റെക്കോർഡിംഗ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നു. ഇത്രയാണ് ക്യാഷ് സെയിൽസ് ഓവർ ദ കൗണ്ടർ. ദെൻ നെക്സ്റ്റ് സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്. പല രീതിയിൽ ബിസിനസ് എന്താ പറയുക വളരെ വിപുലമായിട്ട് നടത്തുന്ന ഒരു അവസരങ്ങളിൽ ട്രാവലിംഗ് സെയിൽസ്മാൻ ഉണ്ടായിരിക്കും. അതാണ് ട്രാവലിംഗ് ഏജൻറ്റ്. ഇപ്പോൾ ഗുഡ്സ് സ്പെയർ പാർട്സ്, ഗ്ലാസ് വെയർ, പെയിൻറ്റ്, സ്റ്റേഷനറി, പമ്പ് സെറ്റ് എന്തോ ആയിക്കോട്ടെ എല്ലാറ്റിലും ഒരു ട്രാവൽ സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അയാളായിരിക്കും കളക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്നു, അതും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ കൊടുക്കുന്നു. അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ ആണെങ്കിൽ അവരെ കൊണ്ട് ഒരിക്കലും നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നോട്ട് അലൗഡ് ടു മീറ്റ് ഔട്ട് എനി എക്സ്പെൻഡിച്ചർ ഓർ കമ്മീഷനോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻഡിച്ചറുകളൊന്നും ആരും പേ ചെയ്യേണ്ട, കസ്റ്റമർ പേ ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കറക്റ്റ് ഡയറക്റ്റ് കാശ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ക്യാഷ് കളക്ട് ചെയ്തതിന് ഫയൽ നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ കസ്റ്റമേഴ്സിന് പ്രോപ്പർ റെസിപ്റ്റ് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കറസ്പോണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ട്രാവലിംഗ് ഏജൻറ്റ് ഷുഡ് ബി ഗിവൻ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു ഡെപ്പോസിറ്റ് ദ കളക്ഷൻ. അതായത് ക്യാഷ് സെയിൽസിൽ ട്രാവലിംഗ് ഏജൻറ്റ് ആണെങ്കിൽ കറക്റ്റ് ഡെഫിനേഷൻ പറഞ്ഞിട്ട് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഹെഡ് ഓഫീസിനെ ഇൻഫോം ചെയ്യണം ബാലൻസ് ഓഫ് ഡ്യൂ, എന്തെങ്കിലും ഡ്യൂ വരുന്നുണ്ടെങ്കിൽ. പിന്നെ റിമൈൻഡർ ടു ദ കസ്റ്റമർ ഷുഡ് ആൾസോ ബി സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസിലേക്ക് ബാക്കിയുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പീരിയോഡിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെയിൽസിൻ്റെയും കളക്ഷൻ്റെയും ഒക്കെ പീരിയോഡിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇയാളുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ ഹെഡ് ഓഫീസിനെ നമ്മൾ കറസ്പോണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഓൾഡ് കസ്റ്റമേഴ്സ് ഫ്രം ഹോം നോ അഡ്രസ് ഹാവ് ബീൻ റിസീവ്ഡ് ഫോർ എ ലോങ് ടൈം. കുറേ കാലം അഡ്രസ്സ് ഇല്ലാതൊന്നും ഇരിക്കരുതെന്നർത്ഥം. നെക്സ്റ്റ് പറയുന്നു ദ ട്രാവലിംഗ് ഏജൻറ്റ് ഷുഡ് ബി അലൗഡ് ടു കണ്ടിന്യൂ ദ വർക്ക് ഫോർ എ ലോങ് പീരീഡ് അറ്റ് ദ സെയിം ഏരിയ ആൻഡ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു അതർ ഏരിയ. അപ്പോൾ ട്രാവലിംഗ് ഏജൻറ്റ് ചിലപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അയാൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും, അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രാവലിംഗ് ഏജൻറ്റിനെ കൊണ്ട് ക്യാഷ് കളക്ട് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് വരുന്നു പോസ്റ്റൽ സെയിൽസ് ഓർ സെയിൽസ് അണ്ടർ മെയിൽ ഓർഡർ ബിസിനസ് ടെലി മാർക്കറ്റ്സ് അല്ലേ. അതായത് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടാവും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പോസ്റ്റൽ സെയിൽസിന് സെപ്പറേറ്റ് രജിസ്റ്റർ ഉണ്ടാവും, ദാറ്റ് ഈസ് VPP രജിസ്റ്റർ. അതുപോലെ തന്നെ പ്രോപ്പർ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യണം,
മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അഡ്വാൻസ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. VPP സെയിലാണെങ്കിൽ VPP രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ദിവസം നമുക്ക് എത്ര ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. അത് കറക്റ്റ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അതുപോലെ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഷുഡ് ചെക്കിലെ ഒരു പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഫീസർ തന്നെ നമ്മൾ അത് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഓർഡർ റിസീവ്ഡ് ഫോർ പോസ്റ്റൽ ഷുഡ് ബി പ്രോപ്പർലി ഫില്ല്, പ്രോപ്പറായിട്ട് നമ്മളത് ഫില്ല് ചെയ്തിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്, പോസ്റ്റൽ സെയിൽസ് ഓർ സെയിൽസ് അണ്ടർ മെയിൽ ഓർഡറിൽ വരുന്നത്. ഇനി ലാസ്റ്റ് അതിൽ വരുന്ന ഒരു ഭാഗമാണ് ഓൺലൈൻ ട്രേഡിംഗ് ഫോർ ഫാസ്റ്റിംഗ് ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് ദ മാർക്കറ്റ്സ്. ഓൺലൈൻ ട്രേഡിംഗ്. അപ്പോൾ ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലൊന്നും പറയണ്ട. കാരണം ഡിഫറെൻറ്റ് മാൻസിൽ ഇ-കൊമേഴ്സ്, എം-കൊമേഴ്സ്, സൈബർ മാർക്കറ്റിംഗ്, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്തിട്ട് അതിൻ്റെ റൂൾസും റെഗുലേഷൻസും യൂസ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്നതാണ് ഓൺലൈൻ ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പല ഗൈഡ് ലൈൻസും ഓൺലൈൻ ട്രേഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓഡിറ്റർ വെരിഫൈ ദ ലിസ്റ്റ് ഓഫ് ഓൾ. ഓഡിറ്റർ എപ്പോഴും അതിൻ്റെ ലിസ്റ്റ് വെരിഫൈ ചെയ്യാം. ചൂസ് ക്രോസ് എക്സാമിനേഷൻ ഓഫ് ദ ക്രെഡിറ്റ് മണി രജിസ്റ്റേഴ്സ് ആൻഡ് വെരിഫൈ ദ എമൗണ്ട് ഓഫ് ഇ മണി. അപ്പോൾ എത്രത്തോളം എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് വിശദമായിട്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുക. അതുപോലെ തന്നെ വെരിഫൈ ദ എമൗണ്ട് ഓഫ് ഇ മണി. ഈ മണി എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇത്രയും 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഓൺലൈൻ ട്രേഡിങ്ങിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇൻറ്റേർണൽ ചെക്ക് വിത്ത് റിഗാർഡ് ടു വാരിയസ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് എടുത്തത്. ഇതിൽ പറയുന്നതാണ് എങ്ങനെയൊക്കെ ക്യാഷ് ഡീലിങ്സ് നടത്താം. ക്യാഷ് ട്രാൻസാക്ഷനും ക്യാഷ് റെസിപ്റ്റ്സിൽ വരുന്നതാണ് ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റും. ഇനി ക്യാഷ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ക്യാഷ് സെയിൽസിൽ 4 രീതിയിലാണ് സെയിൽസ് നടത്തുന്നത്. ഒന്ന് സെയിൽസ് ഓവർ ദ കൗണ്ടർ, പിന്നെ സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്, പിന്നെ പോസ്റ്റൽ സെയിൽസ് ഓർ സെയിൽസ് അണ്ടർ മെയിൽ ഓർഡർ ബിസിനസ് ടെലി മാർക്കറ്റ്സ്, പിന്നെ ഒന്ന് വരുന്നതാണ് ഓൺലൈൻ ട്രേഡിംഗ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നെക്സ്റ്റ് ബാക്കി ഇൻറ്റേർണൽ ചെക്ക് റിഗാർഡിംഗ് ദ ക്യാഷ് പേയ്മെൻറ്റ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻറ്റേർണൽ ചെക്ക് റിഗാർഡിംഗ് ക്യാഷ് പേയ്മെൻറ്റ്. രണ്ടാമത്തെ, അതായത് ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിക്റ്റീഷ്യസ് വൗച്ചറിന് അനുസരിച്ചിട്ട് തന്നെയാണോ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇൻഫ്ലേറ്റഡ് ഓൾട്ടർ ചെയ്തിട്ടാണോ, ഏതെങ്കിലും ഒറിജിനൽ ബില്ല് ഓൾട്ടർ ചെയ്തിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വിത്തൗട്ട് റെസിപ്റ്റ് നമ്മൾ ഒരിക്കലും ഗുഡ്സ് കൊടുക്കരുത്. പിന്നെ ഇൻ കേസ് ഓഫ് വേജസ് ഡമ്മി ആൻഡ് ഗസ്റ്റ് വർക്കേഴ്സ് മേ ബി ഇൻക്ലൂഡ്. എല്ലാ വർക്കേഴ്സിനെയും നമ്മളതിൽ പേയ്മെൻറ്റിൽ ഇട്ടിരിക്കണം. അതുപോലെ ദർ ഹാവ് സം എക്സസ് പേയ്മെൻറ്റ്, കുറച്ച് എക്സസ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കണം. റോങ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കരുത്. ഫിക്റ്റീഷ്യസ് റിബേറ്റ് ആൻഡ് അലവൻസ് മേ ബി അലൗഡ് ഇൻ ദ നെയിം, കസ്റ്റമറിൻ്റെ പേരിലും അതുപോലെ തന്നെ എമൗണ്ട് മേ ബി മിസ്അപ്രോപ്രിയേറ്റഡ് ആയിരിക്കണം. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ മേ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പിന്നെ അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ് ഈസ് റിലേറ്റിംഗ് ടു പേഴ്സണൽ എക്സ്പെൻസസ്. പേഴ്സണൽ എക്സ്പെൻസിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവരുത്. ഇനി ഇൻറ്റേർണൽ ചെക്ക് നമ്മൾ നല്ല രീതിയിൽ ക്യാഷ് പേയ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ദർ ഷുഡ് ബി സെപ്പറേറ്റ് പേയിങ് ക്യാഷ്യർ. അതുപോലെ തന്നെ ഷുഡ് നോട്ട് ഹാവ് ആക്സസ് ടു ദ ledgers. With regard to petty cash, payment impressed system is followed and petty cash book must be made to the petty cashier. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പെറ്റി ക്യാഷിന് ഓൺലിക്ക് മാത്രമേ കൊടുക്കണ്ടൂ. അതുപോലെ എല്ലാ പേയ്മെൻറ്റും പ്രോപ്പർ അതോറിറ്റി സപ്പോർട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ വൗച്ചർ എഴുതിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ദാറ്റ് ആർ ഇഷ്യൂഡ് മസ്റ്റ് ബി ക്രോസ് അക്കൗണ്ട് പേയി ഓൺലി ഓർ നോട്ട് നെഗോഷ്യബിൾ എന്നൊക്കെ അതിൽ ടൈപ്പ് ചെയ്തിരിക്കണം. പിന്നെ എല്ലാ ക്യാൻസൽ ചെക്കും നശിക്കുന്നില്ല. ഇറ്റ് ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് കൗണ്ടർ ഫോയിൽ വിത്ത് സ്റ്റാമ്പ്. ക്യാൻസൽ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൗണ്ടർ ഫോയിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, വെൻ ചെക്ക് ഈസ് പ്രിപ്പയർഡ് ദ റെലവൻറ്റ് ബിൽ ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് പെയ്ഡ് ടു പ്രിവെൻറ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പാസിംഗ് ചെക്ക് ആൻഡ് പ്രിപ്പയറിംഗ് ചെക്ക് ഷുഡ് ബി ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാം. സൈൻ ചെക്സ് ഓഫ് ബാങ്ക്സ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ആൻഡ് ലിമിറ്റഡ്. പിന്നെ വരുന്നതാണ് അതിൽ തന്നെ വരുന്നതാണ്
ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ ട്രേഡ് ക്രെഡിറ്റർ അവരുടെ ലാർജ് എമൗണ്ട് വെരിഫൈ ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരിക്കലും നമ്മൾ പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലാതെ ഒന്നും ചെയ്യരുത്. പേയ്മെൻറ്റ് വെച്ചിട്ടുള്ള ചെക്ക് സ്പെഷ്യൽ നേച്ചർ ഉള്ളതാണെങ്കിൽ അതെല്ലാം അതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. പിന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്ക് എടുക്കണം. പിന്നെ എല്ലാ പേയ്മെൻറ്റും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ആക്ച്വൽ ക്യാഷ് ബാലൻസ് പ്രൊവൈഡ് ചെയ്യുക. അൺയൂസ്ഡ് ചെക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ലോക്ക് ആൻഡ് കീ ചെയ്യുക. ഇപ്പോൾ പേയ്മെൻറ്റ് ആക്ച്വലി 5,000 ആണെങ്കിൽ ഷുഡ് ബി എ സഫിഷ്യൻറ്റ് റവന്യൂ സ്റ്റാമ്പ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ അതിൽ വരുന്നതാണ് ഇൻറ്റേർണൽ ചെക്ക് റിഗാർഡിംഗ് പെറ്റി ക്യാഷ്. രണ്ട് രീതിയിലാണ് ഇൻറ്റേർണൽ ചെക്ക് റിഗാർഡിംഗ് പെറ്റി ക്യാഷിൽ വരുന്നത്. ഒന്ന് ക്യാഷ് പേയ്മെൻറ്റ്സ് ഇൻവോൾവിങ് ബിഗ് എമൗണ്ടും പിന്നെ ക്യാഷ് പേയ്മെൻറ്റ്സ് ഫോർ സ്മോൾ എക്സ്പെൻസസും. അതായത് ബിഗ് എമൗണ്ടും പിന്നെ സ്മോൾ എക്സ്പെൻസസും. Main cashier is entrusted with the payments of big amounts. Separate person is appointed for dealing with petty expenses. Separate account separate ആളും നമ്മളതിന് ക്രിയേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുക. ഇംപ്രസർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫെയർലി ആക്സസറും എമൗണ്ട് ബഡ്ജറ്റ് ഫോർ ദ ഇയർ ഈ ഇയറിനും ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അനുസരിച്ച് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷുഡ് മേക്ക് പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ്. പിന്നെ ഷുഡ് നോട്ട് ഗിവൺ എനി എമൗണ്ട് അതർ ദാൻ ഇംപ്രസ്ഡ് എമൗണ്ട്. പിന്നെ സർട്ടൻ എമൗണ്ട് ഷുഡ് നോട്ട് ബി പെയ്ഡ് ഔട്ട് ഓഫ് പെറ്റി ക്യാഷിൽ കുറച്ച് എമൗണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ The petty cash payments and vouchers are to be properly approved by the authority. എല്ലാ വൗച്ചറുകളും നമ്മൾ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഓൺ അനലിറ്റിക്കൽ ഫോമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക. ആൻഡ് ദ പെറ്റി ക്യാഷ് ബുക്ക് ഷാൾ ബി വെരിഫൈഡ് പീരിയോഡിക്കലി ബൈ ദ മെയിൻ കാഷ്യർ. അത് ഇടയ്ക്കിടയ്ക്ക് വെരിഫൈ ചെയ്യണം. ഹി ഷുഡ് ഓൾസോ വെരിഫൈ ദ ക്യാഷ് ബാലൻസ് വിത്ത് പെറ്റി കാഷ്യർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ മെയിൻ കാഷ്യർ ഷാൾ റീഇംബേഴ്സ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ പെറ്റി കാഷ്യർ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മളുടെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ.